നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. ഒരു മണിമണ്ഡപത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ നവയുവ ദമ്പതികൾ ഞാനും നീയും. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. ലഹരി മിഴിയിലിഴയും സുന്ദരി പൊൻപൂവേ അരുണ കിരണം കവിളിലലിയും ചെമ്പക പെൺപൂവേ. മദന ലഹരി മിഴിയിലിഴയും സുന്ദരി പൊൻപൂവേ അരുണ കിരണം കവിളിലലിയും ചെമ്പക പെൺപൂവേ. പ്രിയ സല്ലാപം അതൊരുല്ലാസം സുമുഖി സുരുചി ഈണവും മൂളിത്താനവും പാടി അരികിലൊഴുകി വായോ മധുമൊഴിയാളേ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. മധുര മലരിലുറയും പുഞ്ചിരിത്തേനുണ്ണാൻ തരള നയന മലസമുതിരം പൂനില പാലുണ്ണാൻ. അധര മധുര മലരിലുറയും പുഞ്ചിരിത്തേനുണ്ണാൻ തരള നയന മലസമുതിരം പൂനില പാലുണ്ണാൻ. എനിക്കാവേശം അതൊരുന്മാദം അഴകേ കുളിരേ നിന്നെയും തേടി തന്നനം പാടി അരികിൽ വരുന്നു ഞാനും മലർമിഴിയാളേ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. ഒരു മണിമണ്ഡപത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ നവയുവ ദമ്പതികൾ ഞാനും നീയും. നളദമയന്തി കഥയിലെ അരയന്നം പോലെ. അബി എന്തോ ഇങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല പാടി. കുഴപ്പമില്ലാതെ പാടി. ഇവനെ കാണുമ്പോ എനിക്ക് ലാലേട്ടന് ഓർമ്മ വരാ. ഷാനിക്ക ലാലേട്ടാ സാറേ നീയാണ് ഇവിടുത്തെ ലാലേട്ടൻ. ലാലേട്ടൻ സൂപ്പർ സ്റ്റാറിന്റെ ലാലേട്ടൻ. അതെ അതെ, നിന്നെ വെല്ലാൻ ആരും ഇനി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ചോദിക്കാം പാട്ട് എങ്ങനെയാണ്. ചേച്ചി അഭിനവ്. ഓ മാം. യു ആർ സച്ച് എ കൂൾ കാറ്റ് കേട്ടോ. കൂളായിട്ട് പാടി, അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. എസ്പെഷ്യലി പല്ലവി
അസാധ്യമായിരുന്നു. സംഗതികളൊക്കെ വളരെ കൺട്രോളോട് പാടി. ശ്രുതിന്റെ കാര്യം അസലായിരുന്നു. ഈ ചരണം ആണ് ഈ ഹൈ നോട്ടല്ലേ, ഈ പ്രിയ സല്ലാപം. അതുപോലെ തന്നെ എനിക്കാവേശം സെയിം അല്ലേ, ചരണം അനുപല്ലവി. ആദ്യത്തെ ആ ഹൈ നോട്ട് കുറച്ചൊന്ന് പ്രശ്നമായെന്ന് എനിക്ക് തോന്നി. അതൊന്ന് പാടാമോ? പ്രിയ സല്ലാപം അതൊരുല്ലാസം സുമുഖി സുരുചി ഈണവും മൂളിത്താനവും പാടി അരികിലൊഴുകി മിഡ് റേഞ്ച് ഒക്കെ പ്രശ്നമല്ല. ഈ ഹൈലൈൻസ് വരുമ്പം തന്നെ കുറച്ചൊന്ന് ഈ ശ്രുതിന്റെ പ്രശ്നം വരുന്നുണ്ട്. അത് മേ ബി വോയിസ് ഇപ്പോൾ ട്രാൻസിഷൻ ടൈം ആണോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതല്ലാതെ എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഇത് തരള നയനം ആ ലൈൻ ഒന്ന് ചരണത്തില്. അധര മധുര മലരിലുറയും പുഞ്ചിരിത്തേനുണ്ണാൻ തരള നയന മലസമുതിരും പൂനില പാലുണ്ണാൻ. ഈ പ്രാവശ്യം പാടിയപ്പോൾ ഈ പൂനില പാലുണ്ണാം അത് കറക്റ്റായിട്ട് പാടി. അപ്പോൾ ആദ്യം പാടിയപ്പോൾ എനിക്കതെന്തോ ഒന്ന് കറക്റ്റായിട്ട് വന്നില്ല, ലാൻഡിങ് നോട്ട്സ് തോന്നി. അതല്ലാതെ കൂടുതൽ പറയാനൊന്നുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഐ ഹോപ്പ് ഈ വോയിസിന്റെ ഒന്നും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ, നല്ല സുഖമുള്ള ഒരു പാട്ട്. എനിക്ക് ഇതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം മിസ് ചെയ്ത, മോനൊക്കെ ഓക്കെ, ചിരി. നിനക്കങ്ങ് സങ്കടപ്പെട്ട് എന്താ നിനക്ക് നളനെ ഇഷ്ടമല്ലേ മക്കൾക്ക്? ദമയന്തിയെ അല്ല, എന്താണ് അങ്ങനെ? മക്കളെ എന്തെങ്കിലും ഉണ്ടോ നമ്മള് പരിഹരിച്ചു തരാം. ചേച്ചിയോട് പറയണ്ട, നമ്മളോട് പറഞ്ഞു. ചേച്ചിയോട് പറഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് പറ, നമ്മള് പരിഹരിക്കാം. ഒന്നുമില്ല സാർ. ഒരു സന്തോഷത്തോടെ ഒന്ന് പാടിയാലോ നമുക്ക്? പാടാം. ആ ഫേസ് ഇങ്ങനെ ആ സ്ട്രക്ചർ മാറണം. നളതമയന്തി കഥയിലെ അഥവാ ചിരിക്കി ഹാപ്പി ആയിട്ട് പാടാം കേട്ടോ. നന്നായിട്ട് ശരിക്കട്ടാ. അവൻ ചിരിക്കുന്നോ നോക്ക്. പാറു, നിനക്കൊരു ജോലി. നളതമയന്തി കഥയിലെ അരയന്നം പോലെ പോയി കുണുങ്ങി. പിന്നെ ചിരി പോയി. നളതമയന്തി കഥയിലെ അരയന്നം പോലെ. എന്താണേ ചിരിക്കടാ. നളതമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. കുണുങ്ങി 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 ചിരിക്കുന്നേ. കുണുങ്ങി 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 പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ. അതാ അവനെ ചിരിച്ച് പാടുമ്പോൾ അതിനൊരു വേറൊരു ഫീലാണ്, ഒരു പോസിറ്റീവ്. അതല്ല, നിന്റെ ടോൺ വരെ കുറച്ചും കൂടെ സൂതനാവും. അത് മനസ്സിലാക്കും. എല്ലാത്തിനും സ്ഥായിയായ ഒരു വികാരം പിടിക്കരുത് മക്കളെ. ഇതാ എനിക്ക് പ്രധാനമായിട്ട് മിസ് ചെയ്ത് ചിരിയാടാ. ബാക്കിയൊക്കെ ഓക്കെ, ഞങ്ങൾ സഹിക്കാം നിന്നെ. പക്ഷെ നീ ചിരിക്കണം. ചിരിച്ചു ഇങ്ങനെയുള്ള ഇനി പാടിക്കഴിഞ്ഞിട്ട് എന്തിനാണ് ചിരിക്കുന്നത്? അല്ല, കുണുങ്ങി കുണുങ്ങി അതൊരു നിന്റെ വിഷ്വൽ എങ്ങനെയാ കുണുങ്ങി കുണുങ്ങി പോയതൊന്ന് കാണിച്ചേ. അപ്പൊ മക്കളെ ഇങ്ങനെ പാടുന്ന ഒന്ന് കുണുങ്ങ്, ഒന്ന് കുണുങ്ങി. എടാ മോനെ, നീ അസാധ്യമായിട്ട് ചെയ്തടാ. ഐ ലവ് യു. പക്ഷേ യഥാർത്ഥമായിട്ട് കുണുക്ക് എവിടാന്ന് ഞാൻ കാണിച്ചുതരാം. പാറു, കമാൺ. വണ്ടർഫുൾ വണ്ടർഫുൾ, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ കുറെ അപ്രീസിയേഷൻ. അവൻ അസാധ്യം. അവൻ നമ്മുടെ നെഞ്ച് കവർന്നു. അഭിനവേ, എന്തോ സാർ? നന്നായിട്ട് നീ പാടി. താങ്ക് യു സാർ. എനിക്ക് ഈ ചിരിയാണ് അഭിനവേ മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. ഇപ്പം പാടിപ്പിച്ചപ്പോൾ ഒരു ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടായില്ലേ, ആ ടോണും എല്ലാം അങ്ങ് മാറി ഭയങ്കരമായിട്ട്. അപ്പൊ അതായിരുന്നു ഈ ഒരു പാട്ടിന് വേണ്ടത്. ആ ഒരു ടീസിങ് മെന്റാലിറ്റി, കുണുങ്ങി കുണുങ്ങി എന്നൊക്കെ ഇപ്പം ഇദ്ദേഹം പാടിയപ്പോൾ എത്ര രസം ഉണ്ടായിരുന്നു. അതിനൊരു ഒന്ന് ഒതുക്കിയിട്ടൊക്കെ കുണുങ്ങി കുണുങ്ങി എന്നൊക്കെ ഭയങ്കര അങ്ങനെയുള്ള ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, ഇത് വേറെ ലെവലിലേക്ക് പോയാനാ പാട്ട്. ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാട്ടാക്കാമായിരുന്നു അഭിനവന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
ഓ മാർക്ക് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ, യെസ് മാർക്ക്. മാർക്സ് മക്കളെ നിനക്ക് ഒരു മാർക്കാണ് നീ ഇപ്പൊ നേരെ ചിരിച്ചിരുന്ന കിട്ടും ഇതിന്റെ കൂടെ ചേർത്ത് കിട്ടേണ്ടത്. അപ്പൊ നീ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ മതി. 8.5 മാർക്ക്. താങ്ക് യു സാർ. സെയിം എനിക്കും ഇതേ പറയാനുള്ളൂ. ഒരു മാർക്ക് കുറഞ്ഞു. ആ ചിരി എന്ന് പറയുന്നത് ഫീലിംഗ് ത്രൂ ഔട്ട് ഇല്ലാത്തത് കൊണ്ട് 8.5. താങ്ക് യു സാർ. So total 17 marks. താങ്ക് യു ചേച്ചി.